ഹായ് ഹലോ അസ്സലാമു അലൈക്കും. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ഇന്നപ്പോൾ ഒരടിപൊളി നാടൻ വിഭവത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ എത്തിയിട്ടുള്ളത്. അപ്പോൾ എങ്ങനെയാണ് തയ്യാറാക്കണേന്ന് നോക്കിയാലോ. ഇതിന് വേണ്ടത് പ്രധാനമായിട്ടും ചേനയാണ് കേട്ടോ. അപ്പോൾ ചേന കഴുകി വൃത്തിയാക്കി ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. അത് നമുക്ക് കുക്കറിലേക്ക് ആക്കി കൊടുക്കണം കേട്ടോ. ഒപ്പം ഒരു 3 പച്ചമുളക്, ആവശ്യത്തിന് ഉപ്പ്, സ്വല്പം മഞ്ഞൾപ്പൊടി ഇത്രയിട്ട് നമുക്കൊന്നങ്ങ് വേവിച്ചെടുക്കാം കേട്ടോ. പിന്നെ ചേന ചെത്തുമ്പോൾ കൈ ചൊറിയുന്നവരാണെങ്കിൽ സ്വല്പം വെളിച്ചെണ്ണ ഒന്ന് കയ്യിൽ തേച്ച് കൊടുത്തിട്ട് ചേന അങ്ങ് ചെത്തി വൃത്തിയാക്കിയാൽ മതി കേട്ടോ. വൃത്തിയാക്കി അരിഞ്ഞെല്ലാം കഴിഞ്ഞ് കഴിയുമ്പോൾ അപ്പം തന്നെ നന്നായി സോപ്പിട്ട് കൈ അങ്ങ് കഴുകിയും കൂടെ കളഞ്ഞാൽ ഈ ചൊറിയണ പ്രശ്നം നമുക്ക് ഒഴിവാക്കാം. ഇനി ചേനയൊക്കെ വെന്ത് വരുമ്പോഴേക്കും നമുക്കതിലേക്കുള്ള അരപ്പൊന്ന് തയ്യാറാക്കിയെടുക്കാം കേട്ടോ. അതിന് വേണ്ടിയിട്ട് ഒരു അരമുറിയിൽ താഴെ തേങ്ങയും ഒരു 5-6 പച്ചമുളക് അല്ല സോറി ചുവന്നുള്ളി, ഒരു പിടുത്തം ചെറിയ ജീരകം, ഒരു 3 അല്ലി വെളുത്തുള്ളി ഇത്രയും വെള്ളം കുറച്ച് നല്ല പേസ്റ്റായിട്ടൊന്നങ്ങ് അരച്ചെടുക്കാം കേട്ടോ. അത് അരച്ചെടുത്തപ്പോഴത്തേനും ദേ ചേനയൊക്കെ വെന്ത് അടിപൊളിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതൊരു ചട്ടിയിലേട്ടോ പാത്രത്തിലേക്കോ ഒക്കെ മാറ്റി കൊടുത്തിട്ട് നന്നായിട്ട് അങ്ങ് കൈവച്ച് ഉടച്ചു കൊടുക്കണം കേട്ടോ. ഇത് ഉടച്ച് കഴിയുമ്പോഴാണ് കറി നല്ല കൊഴുത്തിരിക്കുകയെന്ന് പറയില്ലേ, അപ്പോഴാണ് കേട്ടോ അതിൻ്റെ ടേസ്റ്റ് നന്നായിട്ട് വന്നെ. അപ്പോൾ നന്നായിട്ടങ്ങ് ഉടച്ച് സെറ്റാക്കി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ. അരപ്പ് ചേർക്കുമ്പോഴും അധികം വെള്ളമൊന്നും ഒഴിക്കാതെ ആ പേസ്റ്റായിട്ട് തന്നെ ചേർത്ത് യോജിപ്പിച്ച് കൊടുക്കണേ. ഇനി നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. ഒപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം കമൻ്റായിട്ടും കൂടെ അറിയിക്കണേ. പോസിറ്റീവും നെഗറ്റീവ്സും സജഷൻസും കാര്യങ്ങളും എല്ലാം കമൻറ്റിൽ അറിയിക്കാനും മറക്കണ്ട കേട്ടോ. അപ്പോൾ പെട്ടെന്ന് കറിയൊന്നും ഇല്ലെങ്കിൽ ചേന വീട്ടിലുണ്ടെങ്കിൽ ക്വിക്കായിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന നല്ലൊരു സിമ്പിളായിട്ടുള്ള റെസിപ്പി ആട്ടോ. അപ്പോൾ ഇനി അരപ്പൊക്കെ ചേർത്ത് ഒന്നങ്ങ് നല്ലതുപോലെ മിക്സ് ചെയ്തിട്ട് ഗ്യാസ് ഓണാക്കി വീണ്ടും നമുക്ക് അടുപ്പത്ത് വെച്ച് ഒന്നങ്ങ് തിളപ്പിച്ച് തേങ്ങയുടെയൊക്കെ പച്ചമണം മാറ്റിയെടുക്കാം കേട്ടോ. അപ്പോഴേക്കും കറിയുടെ ഒരു 1/4 ഭാഗം കഴിഞ്ഞു. ഇനി ഇതിൻ്റെ ഒരു മെയിൻ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇതങ്ങ് താളിച്ചൊഴിക്കുക കേട്ടോ. അപ്പോൾ താളിക്കാൻ കുറച്ചധികം ചുവന്നുള്ളി വേണേ, അപ്പോഴാണ് അതിനൊരു ടേസ്റ്റ് ഇച്ചിരിയോടെ മുന്തി നിൽക്കണേ. പിന്നെ കടുക്, കറിവേപ്പില, വറ്റൽമുളക് ടേസ്റ്റ് ഇഷ്ടമുള്ളവർക്ക് അതും കൂടെ ചേർക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ വറ്റൽമുളക് ചേർത്തിട്ടില്ല. അപ്പോൾ നമുക്ക് വെളിച്ചെണ്ണയിൽ ഇനി കറി ഒന്ന് താളിച്ച് വയ്ക്കാം. അപ്പോൾ ആദ്യമേ വെളിച്ചെണ്ണ ഒഴിച്ചു, അതിലേക്ക് കടുകൊന്ന് പൊട്ടി വരുമ്പോൾ ചുവന്നുള്ളിയും കറിവേപ്പിലയും ഇട്ട് നല്ലതുപോലെ ഒന്ന് മൂപ്പിച്ചിട്ട് കറി ഒന്ന് താളിച്ച് വയ്ക്കാം കേട്ടോ. സിമ്പിളല്ലേ. ഉപ്പ് ചെക്ക് ചെയ്യാൻ മറക്കല്ലേ. പോരാന്ന് തോന്നിയാൽ ഉപ്പ് ഇട്ട് കൊടുക്കണം കേട്ടോ. അപ്പോൾ ദേ പെട്ടെന്ന് ഒരു 5 മിനിറ്റ് പോലും വേണ്ട കേട്ടോ. ചേന വെന്ത് വന്നാൽ ആ തേങ്ങയൊന്ന് ചിരട്ടി അരയ്ക്കണ താമസം മാത്രമേ ഉള്ളൂ. പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കാം. ഇതിൻ്റെ ഒപ്പം ഒരു ഉണക്കമീൻ പൊരിച്ചതോ അല്ല 2 കഷ്ണം ചിക്കൻ പൊരിച്ചതോ ഉണ്ടെങ്കിൽ ചോറ് കുശാലായി. വേറെ എന്ത് വേണമല്ലേ. നാടൻ കറികളൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടുവേ. അപ്പോൾ എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കിക്കോ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ടാണ് കേട്ടോ നമുക്ക് മുന്നോട്ടേക്ക് വീഡിയോ ചെയ്യാനായിട്ടുള്ള പ്രചോദനം എന്ന് പറയുന്നത്. സിമ്പിളായിട്ടുള്ള കറിയല്ലേ. അപ്പോൾ എല്ലാവരും തയ്യാറാക്കി നോക്കൂ. അറിയാവുന്നവർ ഇഗ്നോർ ചെയ്തേരെ. ഇനി ഇതുപോലെ തയ്യാറാക്കി നോക്കാത്തവരാണെങ്കിൽ ഒന്നങ്ങ് തയ്യാറാക്കി നോക്കിക്കോ. അപ്പോൾ വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് കാണും വരേക്കും. ബൈ ഫ്രണ്ട്സ്.